ഡിസോൺ കലോത്സവത്തിൽ SFI കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഡിസോൺ കലോത്സവത്തിലെ അപാകത ചോദ്യം ചെയ്തുള്ള വിരോധത്തിലാണ് KSU നേതാക്കൾ അക്രമം നടത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ട്. അതേസമയം ഡിസോൺ കലോത്സവം പുനരാരംഭിക്കണമെന്ന് SFI ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മാള പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തിലുള്ളതാണെന്ന് പറയുന്നത്. അക്രമത്തിൽ പരിക്കേറ്റ് നിലത്ത് വീണ ആശിഷ് കൃഷ്ണനെ അസഭ്യം വിളിച്ച് മുളവടി കൊണ്ട് തലയിലും ചെവിയിലും അടിച്ചത് ഒന്നാം പ്രതി ഗോകുൽ ഗുരുവായൂരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടാം പ്രതി അശ്വിനാണ് ഇരുമ്പുവടി കൊണ്ട് ആശിഷിന്റെ ഷോൾഡറിൽ അടിച്ചത്. മൂന്നാം പ്രതി ആദിത്യനാണ് ആശിഷിനെ തടഞ്ഞു നിർത്തി മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെയും സ്റ്റുഡന്റ് ഡീനിന്റെയും നിരീക്ഷണത്തിൽ ഡിസോൺ കലോത്സവം പുനരാരംഭിക്കണമെന്ന് SFI നേതൃത്വം ആവശ്യപ്പെട്ടു. ജില്ലയിൽ തടസ്സപ്പെട്ട ജില്ലാ കലോത്സവം ഇനിയും നടക്കണം. പക്ഷേ എന്തു വേണം? ഇത്തരത്തിൽ ടാഗ് ഇട്ട ക്രിമിനലുകൾ ഈ കലോത്സവം നടത്താൻ വേണ്ടി പാടില്ല. കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറും സ്റ്റുഡന്റ് ഡീൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് ജില്ലയിലെത്തി അവരുടെ നിരീക്ഷണത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിരീക്ഷണത്തിൽ തൃശൂർ ജില്ലാ കലോത്സവം എന്ത് ചെയ്യണം? പുനരാരംഭിക്കണം. ഡിസോൺ കലോത്സവത്തിലെ അപാകത ചോദ്യം ചെയ്തുള്ള വിരോധത്തിലാണ് KSU നേതാക്കൾ ആക്രമണം നടത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.